പ്രിയപ്പെട്ടവരെ, വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അഭയകേന്ദ്രമാണ്. വീടില്ലാതെയുള്ള ജീവിതം അവനെ ഒരു നാടോടിയാക്കി മാറ്റിക്കളയും. വീട് നൽകുന്ന സുരക്ഷിതത്വം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസദായകമാണ്. പക്ഷേ വീടുണ്ടായിട്ടും അവിടെ സ്വസ്ഥമായിട്ടൊന്ന് കഴിയാൻ പറ്റാത്ത ധാരാളം മനുഷ്യരുണ്ട്. എന്നും രോഗങ്ങൾ, കടം, ബാധ്യതകൾ പെരുകി പെരുകി വരിക, എങ്ങനെ തീർത്താലും തീരാത്ത ദുരിതങ്ങൾ, ഒരു തരത്തിലും സ്വസ്ഥതയില്ലായ്മ. വീട്ടിലേക്കൊന്ന് കയറി വന്നാൽ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തോന്നാതിരിക്കുക. അവിടുന്ന് എവിടോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ സ്വസ്ഥത കിട്ടുക. ചിലപ്പോൾ ഒട്ടേറെ സൗഭാഗ്യങ്ങളുണ്ടായിരിക്കും, എങ്കിലും വീട്ടിനകത്ത് യാതൊരു രീതിയിലുള്ള സമാധാനവും കിട്ടാത്തൊരവസ്ഥ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ പറയുന്ന 8 കാര്യങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ വീടെന്ന് പറയുന്നത് ഒരു സ്വർഗമായി തീരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഒരു വാസ്തുശാസ്ത്രമുണ്ട്. നമ്മുടെ വീടുകളുടെ കണക്കുകളും ഏത് രീതിയിലാണ് അത് നിർമ്മിക്കേണ്ടത് എന്നൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രമാണത്. ഇതുപോലെ തന്നെ ചൈനയിൽ ഫെൻഷുയി, ഫൂഷുവെ എന്നൊക്കെ പറയുന്ന ചില ഭവനശാസ്ത്ര രീതികളുമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഊർജത്തെ ഏത് രീതിയിൽ നമ്മുടെ വീടുകളിലേക്ക് ക്രോഡീകരിക്കാം, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയാറുള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ മിക്കവരുടെയും വീടുകളിൽ ഉള്ളതും എന്നാൽ നമ്മൾ കണ്ടിട്ടും അവഗണിക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളെയാണ്. നിങ്ങളിൽ പലരും വീട്ടിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനും മറ്റുമായിട്ട് ധാരാളം പൂജകളും മറ്റും ചെയ്തിട്ടുള്ളവരായിരിക്കും. എങ്കിലും ഇതെല്ലാം ചെയ്തിട്ടും യാതൊരു രീതിയിലുള്ള ഉയർച്ചയോ അല്ലെങ്കിൽ ഈശ്വരാധീനമോ വർദ്ധിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിലെ പടികൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനും പുറം ഭാഗത്തൂടെ പുറത്തേക്ക് ഇറങ്ങുന്നതിനും ഒക്കെ പടികളുണ്ടായിരിക്കും. ഈ പടികൾ നമ്മൾ സാധാരണ നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കാറൊക്കെ ഉള്ളതാണ്. എന്നാൽ ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നിർമ്മാണത്തിലെ എന്തെങ്കിലും അപാകതകൾ കൊണ്ടോ ഒക്കെ വിള്ളലുകളോ പൊട്ടലോ ഒക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള വിള്ളലുകളോ അല്ലെങ്കിൽ കേടുപാടുകളോ നിങ്ങളുടെ പടികളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ വീടുകളിൽ ദാരിദ്ര്യം വന്നുകൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ധാരാളം ധനച്ചോർച്ചയും ഉണ്ടാകുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ആക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് തന്നെ കൂപ്പുകുത്തുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ വിസർജ്യം. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ പൂച്ച, പട്ടി മുതലായ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നത് സർവ്വസാധാരണമായ കാര്യമാണ്. പണ്ടും നമ്മുടെ വീട്ടിലൊക്കെ പെറ്റ്സിനെ വളർത്താറുണ്ട്. പക്ഷേ അവയുടെ സ്ഥാനം നമ്മൾ പുറത്തായിരുന്നു കൊടുത്തിരുന്നത്. പുറത്ത് കൂടുകെട്ടി അവയെ പാർപ്പിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി നമ്മുടെ വീടിനുള്ളിൽ തന്നെ പൂച്ചയും പട്ടിയും ഒക്കെ ഓടി നടക്കുന്നത് കാണാം. അപ്പോൾ ഇവയ്ക്ക് വിസർജിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ട്രേകളും ഒക്കെ നിങ്ങൾ വീട്ടിൽ സെറ്റ് ചെയ്യാറുണ്ട്, അത് കോരി കളയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ വീടുകളിൽ മനുഷ്യർക്കായിട്ട് കക്കൂസ് നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ പൂച്ചയ്ക്കും പട്ടിക്കും ഇതറിയില്ല. അവ അറിയാതെ തന്നെ വീടിന്റെ പല ഭാഗത്തും വിസർജിച്ചു വെക്കുന്നതാണ്. ഇത് വീടിന് വളരെ വിപരീതമായിട്ടുള്ള ഊർജ തരംഗങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. വീടിനകത്ത് നിത്യമായിട്ട് കലഹമുണ്ടാകുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വളരെ വിപരീതമായിട്ടുള്ള ഫലങ്ങൾ അനുഭവപ്പെടുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. നിങ്ങളെ വീട്ടില് പെറ്റ്സിനെ ഓമനിച്ച് വളർത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അത് കൃത്യമായി ക്ലീൻ ചെയ്യാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൂജാമുറിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഹാളിലോ വീടിൻ്റെ വടക്ക് കിഴക്കേ കോണിലുള്ള സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്തോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും
ഒരു കാരണവശാലും ഇത്തരം വിസർജ്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീടിനുള്ളിലെ കക്കൂസിന് സ്ഥാനം നിർണയിച്ചിട്ടുണ്ടായിരിക്കും. ആ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ പെറ്റ്സിനായിട്ടുമുള്ള ഒരു സ്ഥാനം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അല്ല എങ്കിൽ പുറത്ത് എവിടെയെങ്കിലും അതിനുള്ള സ്ഥാനം ക്രമീകരിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊട്ടിയ കണ്ണാടി. ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ഒരു പൊട്ടിയ കണ്ണാടിയുണ്ട്. അത് നിങ്ങൾ ഇതുവരെയും പുറത്തേക്ക് ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കളയേണ്ടതാണ്. കാര്യം അത് ക്ഷണിച്ചു വരുത്തുന്ന ദുരിതങ്ങളെന്ന് പറയുന്നത് അത്രത്തോളമായിരിക്കും. പ്രധാനമായിട്ടും ഈവിൽ സ്പിരിറ്റിനെ ആകർഷിക്കുന്നതായിരിക്കും ഈ പൊട്ടിയ കണ്ണാടികൾ. വീടിനുള്ളിലെ ഈശ്വരീയ ഗുണത്തെ എല്ലാം കെടുത്തി അവിടെ പൈശാചിക ഊർജത്തെ കേന്ദ്രീകരിക്കുന്നതിന് ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു കാരണവശാലും പൊട്ടിയ കണ്ണാടി നിങ്ങൾ വീടിനുള്ളിൽ സൂക്ഷിക്കരുത്. അത് ആപത്തിനെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും. നാലാമത്തെ കാര്യം പഴകിയ ഔഷധങ്ങൾ. നമ്മുടെ വീട്ടിൽ പലതരം രോഗങ്ങൾക്കായിട്ട് നമ്മൾ ഔഷധങ്ങൾ മേടിച്ചു വയ്ക്കാറുണ്ട്. പലപ്പോഴും പല ഔഷധങ്ങളും നമ്മൾ കുറച്ചൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ അസുഖം ഭേദമാകും. പിന്നെ ബാക്കി വരുന്ന മരുന്ന് അവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ രോഗം ഭേദമാകാത്തതുകൊണ്ട് തന്നെ ആദ്യത്തെ മരുന്നിന് പകരമായിട്ട് നമ്മൾ പുതിയ മരുന്ന് മേടിക്കും. അപ്പോൾ ആദ്യത്തേത് അവിടെ ഉപയോഗശൂന്യമായിട്ട് ഇരിക്കുന്നതായിരിക്കും. ഇതില്ലാത്ത ഒരു വീടും നമ്മുടെ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് വലിയൊരു ആപത്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? വീട്ടിലേക്ക് രോഗങ്ങളെ നിരന്തരമായി ക്ഷണിച്ചു വരുത്തുന്ന ഒന്നായിരിക്കും ഇത്. നമുക്ക് എമർജൻസി ആയിട്ടുള്ള ചില മരുന്നുകൾ വീട്ടിൽ സൂക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മാത്രമല്ല, നിങ്ങൾ നിത്യവും കഴിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യവും ആവശ്യമുള്ള എന്തെങ്കിലും മരുന്നുകൾ നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. പക്ഷേ നിങ്ങൾക്ക് യാതൊരു ആവശ്യമില്ലാത്ത എപ്പോഴോ ഒരു രോഗത്തിനായിട്ട് വാങ്ങിച്ച മരുന്നുകളുടെ ബാക്കി ഭാഗം അത് നിങ്ങളെ വീടുകളിൽ നിന്ന് എടുത്തു മാറ്റാതെ അത് ഇപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുന്നത് വീട്ടിലേക്ക് രോഗദുരിതങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീടുകളിലും സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവയെ പുറത്തേക്ക് കളയുക. ഇനി അഞ്ചാമത്തെ കാര്യം മുടി നിറഞ്ഞ ചീർപ്പ്. നമ്മളെല്ലാം നിത്യവും മുടി ചീകി ഒതുക്കുന്നതിന് പലതരം ചീർപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ വീടിൻ്റെ പല ഭാഗത്തും ഇത്തരം ചീർപ്പുകൾ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാറുമുണ്ട്. പക്ഷെ നമ്മുടെ വീടുകളിൽ കാണുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീർപ്പുകളിൽ നിറയെ മുടിയായിരിക്കും. അന്നന്ന് കോതിയെടുക്കുന്ന മുടി അന്നന്ന് തന്നെ ക്ലീൻ ചെയ്ത് മാറ്റാൻ പലരും മുതിരാറില്ല. ഇങ്ങനെ ചീർപ്പിനുള്ളിൽ മുടി അടിഞ്ഞുകൂടി വീടിനുള്ളിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നത് പലതരത്തിലുള്ള ദുരിതങ്ങളെ വിളിച്ചു വരുത്തുന്നതായിരിക്കും. പ്രധാനമായിട്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം, വീടിനുള്ളിൽ എപ്പോഴും ബഹളം, ഇതെല്ലാം തന്നെ ഇത് കാരണം സംഭവിക്കുന്നതാണ്. വിവാഹമോചനം നേടുന്ന ദമ്പതികളുടെ വീടുകളിൽ ഒന്ന് നോക്കിയാൽ മതിയാവും. ഇത്തരത്തിൽ മുടിയടിഞ്ഞ ചീർപ്പുകൾ ഒന്നോ രണ്ടോ എണ്ണമെങ്കിലും കാണാൻ സാധിക്കുന്നതായിരിക്കും. ക്ലൈമറ്റ് കൊണ്ടും നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില മിനറൽസിൻ്റെ കുറവ് കൊണ്ടുമൊക്കെ മുടി പൊഴിച്ചിൽ സാധാരണമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. എന്നാൽ ഇങ്ങനെ പൊഴിഞ്ഞു വരുന്ന മുടി നമ്മൾ ചീർപ്പിൽ വച്ചിരിക്കാതെ അത് ക്ലീൻ ചെയ്ത് കളയുന്നത് ആയിരിക്കും ഏറ്റവും ഉത്തമം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അത് വീടിനുള്ളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തുന്നതായിരിക്കും. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് കേടായ ക്ലോക്ക്. നമ്മുടെ വീടുകളിൽ സമയം അറിയുന്നതിന് വേണ്ടി സാധാരണയായിട്ട് ക്ലോക്കുകൾ സ്ഥാപിക്കാറുള്ളതാണ്. കാലാന്തരത്തിൽ ചിലപ്പോൾ ചിലതിനൊക്കെ കേടുപാടുകൾ സംഭവിക്കാറുമുണ്ട്. ഇങ്ങനെ കേട് പറ്റിക്കഴിഞ്ഞാൽ ചില വീടുകളിലൊക്കെ അത് നന്നാക്കുന്നതിനോ അല്ലെങ്കിൽ ബാറ്ററി മാറ്റുന്നതിനോ ഒന്നും പലരും മുതിരാറില്ല. ഇത്തരത്തിൽ സമയം നിശ്ചലമായിരിക്കുന്ന ക്ലോക്കുകൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് പല രീതിയിലുള്ള ഭാഗ്യക്കേടുകൾക്കും കാരണമായെന്ന് വന്നേക്കാം. നിങ്ങളുടെ തൊഴിലിൽ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാവുക, ചിലപ്പോൾ തൊഴിൽ തന്നെ നഷ്ടപ്പെട്ടു പോകാനും ഇതൊരു കാരണമായെന്ന് വന്നേക്കാം. നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള ക്ലോക്കുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവയെ മാറ്റുകയോ അല്ല എങ്കിൽ അവയെ നന്നാക്കി പുനഃസ്ഥാപിക്കുകയോ ചെയ്യുക. ഇനി
ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് തുള വീണ ധാന്യപാത്രങ്ങൾ. നമ്മുടെ വീടുകളിലും മറ്റുമായിട്ട് അരിയും മറ്റ് ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനായിട്ട് ചില പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ വീട്ടിൽ വെള്ളം കോരി വയ്ക്കാനും മറ്റും ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളിൽ തുള വീഴുമ്പോഴൊക്കെയാണ് അവ ധാന്യമിട്ട് വയ്ക്കാനായിട്ട് സാധാരണ ചിലരൊക്കെ ഉപയോഗിക്കാറ്. ഒരു കാരണവശാലും ഇത്തരത്തിൽ തുള വീണ പാത്രങ്ങൾ ധാന്യമിട്ട് വയ്ക്കാൻ ഉപയോഗിക്കരുത്. ഇനി നിങ്ങൾക്ക് ആ പാത്രത്തെ ഉപേക്ഷിക്കാൻ മനസ്സില്ല, അത് ഉപയോഗിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ ആ തുള അടച്ചതിന് ശേഷം മാത്രം ആ പാത്രത്തിൽ ധാന്യം ഇട്ട് വയ്ക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം കുമിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കും. മാത്രവുമല്ല, ഇത്തരം പാത്രത്തിൽ നിന്നെടുത്ത ധാന്യം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൊണ്ട് നിങ്ങളുടെ വയറ്റിന് നിത്യവും പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ടതാണ്. ഇനി എട്ടാമത്തേതും അവസാനത്തേതും എന്ന് പറയുന്നത് വീട്ടിനുള്ളിലെ ചിലന്തി വല എന്നുള്ളതാണ്. നമ്മുടെ വീടുകളിൽ മാറാല അഥവാ ചിലന്തി വലകൾ സ്വാഭാവികമായിട്ടും സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ്. വീടിൻ്റെ പല ഭാഗങ്ങളിലും ഇവ പറ്റിപ്പിടിക്കാറുണ്ട്. നിത്യവും ക്ലീൻ ചെയ്യുന്ന വീടുകളിൽ സാധാരണയായിട്ട് ഇത്തരം ചിലന്തി വലകൾ ഉണ്ടാകാറില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മുടെ ശ്രദ്ധക്കുറവോ മറ്റോ കൊണ്ട് വീടിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം ചിലന്തി വലകൾ വന്നുകൂടാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിൽ 4 കോണുകളിൽ, റൂമിൻ്റെ 4 കോണുകളിൽ മുകളിലെ ഭാഗത്ത് മച്ചിനോട് ചേർന്ന് ചിലന്തി വലകൾ വന്നുകൂടുന്നത് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വന്നുകൂടുന്നതിനും രോഗദുരിതങ്ങളും മറ്റും എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നതിനും കാരണമായി തീരാറുണ്ട്. വളരെ നിസാരമായിട്ട് വെറും ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് തുടച്ചു മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണിത്. ഇതിൽ പോലും നിങ്ങൾ അശ്രദ്ധ കാട്ടുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ദൈവിക ഊർജത്തെ ഇത് സാരമായി ബാധിക്കുന്നതാണ്. ലക്ഷ്മിവാസം ഇത്തരം വീടുകളിൽ തീരെ കുറവായിരിക്കും. ഐശ്വര്യം നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീട് മുടിഞ്ഞു പോകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. പലപ്പോഴും ഇത്തരം വീടുകളിൽ താമസിക്കാൻ സാധിക്കാതെ ആ വീടുപേക്ഷിച്ച് പോകേണ്ട അവസ്ഥ പോലും പലർക്കും വന്നു ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ഏറ്റവും അധികം പതിഞ്ഞിരിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യാതൊരു രീതിയിലുള്ള ധനച്ചെലവുമില്ലാതെ നമ്മുടെ വീടിനുള്ളിലെ ഐശ്വര്യത്തെ അല്ലെങ്കിൽ ഈശ്വരീയ വാസത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നുമെങ്കിലും ഇതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തെന്ന് പറയുന്നത് അത്രത്തോളം ഭയാനകമാണ്. അതുകൊണ്ട് തന്നെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ വീടിനുള്ളിലുണ്ട് എങ്കിൽ നിങ്ങളത് കൃത്യമായിട്ടൊന്ന് പരിഹരിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇത്തരം ഗുണപ്രദമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.